നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു ജാതകത്തിൽ വ്യാഴത്തിന് ബലം കുറവാണെങ്കിൽ നിരവധി ദോഷാനുഭവങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വ്യാഴം അനിഷ്ടനായാൽ തൊഴിലിൽ അഭിവൃദ്ധി നേടുക വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഭാഗ്യദോഷം കൂടപ്പിറപ്പായിരിക്കും. ഏത് നല്ല കാര്യവും അനുഭവയോഗ്യമാകുകയില്ല. ധനത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയും പണഞ്ഞെരുക്കം എപ്പോഴും നേരിടേണ്ടി വരികയും ചെയ്യും. അതോടൊപ്പം കർമ്മശക്തിയും ഇച്ഛാശക്തിയും ക്ഷയിക്കുകയും ചെയ്യും. ഈശ്വര വിശ്വാസം തന്നെ നഷ്ടമാകുന്ന അവസ്ഥ വന്നുചേരും. എല്ലാത്തിനോടുമുള്ള ബഹുമാനം നഷ്ടമാകും. നിരാശയം, വിഷാദം, ഉത്കണ്ഠ, ആത്മവിശ്വാസക്കുറവ്, ഉത്സാഹമില്ലായ്മ എന്നിവയും ഉണ്ടാകും. സൗഹൃദ ബന്ധങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും സുഹൃത്തുക്കളുമായി തെറ്റിപ്പിരിയേണ്ട അവസ്ഥ വന്നു ചേരുകയും ചെയ്യും. മനസ്സമാധാനം നഷ്ടമാകുകയും മനസ്സ് അനാവശ്യ ചിന്തകളാൽ എപ്പോഴും ആകുലപ്പെടുകയും ചെയ്യും. ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം അനുകൂല സ്ഥാനത്തല്ല എന്നുറപ്പിക്കാം. വ്യാഴദോഷം മാറുന്നതിനായി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിഹാര മാർഗത്തെക്കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വ്യാഴത്തിന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച മഞ്ഞപ്പൂക്കൾ സമർപ്പിക്കുകയോ ഈ പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുകയോ ചെയ്യുക. മഞ്ഞ പുഷ്യരാഗം സ്വർണ്ണമോതിരത്തിലോ മാലയിലോ കെട്ടി ധരിക്കുക. വസ്ത്രങ്ങളിൽ മഞ്ഞ നിറത്തിന് പ്രാധാന്യം നൽകുക. വിഷ്ണു സഹസ്രനാമം ദിവസവും ചൊല്ലുക. വ്യാഴാഴ്ച ഉപവാസത്തോടെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി മഞ്ഞപ്പട്ട് സമർപ്പിക്കുകയും ചെയ്യുക. ഇനി വ്യാഴദോഷം മാറുന്നതിനായി പ്രാർത്ഥിക്കേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. ഈ മന്ത്രം നിത്യേന ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. മന്ത്രം ഇപ്രകാരമാണ്: ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും ഓം ബൃഹത്പതയേ നമ എന്ന വ്യാഴമന്ത്രവും 108 തവണ ദിവസവും ജപിക്കുക. തിരുപ്പതി ക്ഷേത്ര ദർശനവും ഉചിത പരിഹാര മാർഗങ്ങളിലൊന്നാണ്. വ്യാഴദോഷത്താൽ ബുദ്ധിമുട്ടുന്ന സകല പേരും ഈ മന്ത്രം ജപിക്കുകയും അതുപോലെ തന്നെ പറഞ്ഞു തന്നിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നതും വഴി നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിട്ടുള്ള സകലവിധ വ്യാഴദോഷങ്ങളും മാറുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും പ്രാർത്ഥിക്കേണ്ടതുണ്ടെങ്കിൽ പേരും നക്ഷത്രവും ചേർത്ത് ചുരുങ്ങിയ വാക്കുകളിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സമയം പോലെ കുറിച്ചെടുത്ത് എൻ്റെ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരും വരെ നന്ദി, നമസ്കാരം.